back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പ്ലമിന്റെ ഹെയർ കെയർ റേഞ്ചിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഹെയർ കെയർ പ്രോഡക്ട്സ് പ്ലമിന്റെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്ലമിന്റെ ഹെയർ കെയർ റേഞ്ച് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലമിന്റെ ഹെയർ കെയർ റേഞ്ച് മാത്രമല്ല കേട്ടോ, പ്ലമിന്റെ സ്കിൻ കെയർ, ബോഡി കെയർ, മേക്കപ്പ് എല്ലാം ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് പ്ലമിൻ്റെ ആണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് മാത്രം എനിക്ക് അത്ര അഭിപ്രായം പറയാറായിട്ടില്ല, പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതാണ്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2 മന്ത്സായിട്ട് പ്ലമിൻ്റെ പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കത് എന്തൊക്കെ ചേർന്നു, എന്തൊക്കെ ഇഷ്ടമായില്ല എന്നുള്ളതെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മന്ത്സായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറും മേക്കപ്പ്, ബോഡി കെയർ, ഈവൻ ഫ്രേഗ്രൻസ് പോലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ സെഗ്മെൻറ്റിൽ ഞാൻ ട്രൈ പറയുന്നത് ഹെയർ കെയർ റേഞ്ചിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ബാക്കിയുള്ള പ്ലമിൻ്റെ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസമായിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നുണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിലും വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഒരു സ്കാൽപ്പ് സെറത്തിൽ നിന്ന് തുടങ്ങാം. ഇത് ടീ ട്രീ റേഞ്ചിൽ വരുന്ന ഒരു സ്കാൽപ്പ് സെറമാണ്. താരൻ മാറാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്, പ്ലമിൻ്റെ സ്കാൽപ്പ് സെറം. അവർക്ക് പല റേഞ്ച് വരുന്നുണ്ട്. ടീ ട്രീ റേഞ്ച്, അവക്കാഡോ റേഞ്ച്, ഇപ്പോൾ കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ് റേഞ്ച്, അങ്ങനെ പല റേഞ്ചുകൾ വരുന്നുണ്ട്. ടീ ട്രീയിൽ തന്നെ അവർക്ക് ബോഡി വാഷ് ഇല്ലെന്ന് തോന്നുന്നു, ഫേസ് വാഷ്, ഫേസ് സെറം, മോയ്സ്ചറൈസർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇതും, ടീ ട്രീ റേഞ്ചിൽ. ഇത് താരൻ മാറാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കാൽപ്പ് സെറമാണ്. നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിങ്ങനെ ബോട്ടിലിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് വരുന്നതാണ്. കുറച്ച് വാട്ടറി ആയിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഓയിലിയാണ്. നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയ പോലത്തെ എഫക്റ്റാണ് വരുന്നത്. അത്രയൊക്കെ തല നന്നായിട്ട് കുളിർമയായിട്ടിരിക്കും. ഇതവർ പറയുന്നത് ഓവർനൈറ്റ് അപ്ലൈ ചെയ്യണം, പിറ്റേ ദിവസം ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഓയിലിയാണ് ഇത്. അപ്പോൾ ചിലപ്പോൾ ചേരാതെ വന്നു എന്ന് വരും. സോ ഒരു 2-3 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ തല നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും കേട്ടോ. വല്ല ശരിക്കും നമ്മൾ എണ്ണയിൽ കുതിർന്നു വന്ന പോലെ ഉണ്ടാവും. അപ്പം അത്ര ഓയിലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഫ്രേഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ്. ഇതിൽ നല്ല ടീ ട്രീ ഓയിലിൻ്റെ മണം വരുന്നുണ്ട്. സോ നല്ല ടീ ട്രീ മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രേഗ്രൻസ് ഫ്രീ എന്ന് അവർ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതിന് പ്രൊഡക്റ്റിന് 110 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. പ്രൈസ് 650 രൂപയാണ് കേട്ടോ പ്രോഡക്റ്റിന് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഫുൾ പേര് പ്ലം ടീ ട്രീ ഡാൻഡ്രഫ് ഫൈറ്റിംഗ് സ്കാൽപ്പ് സെറമാണ്. തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വകഞ്ഞ് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് ആകെ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഉപയോഗിച്ചിടത്തോളം താരൻ കുറവുണ്ട്, അങ്ങനെ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ടീ ട്രീ ഓയിൽ എന്തായാലും ഡാൻഡ്രഫിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം കുറവുണ്ട്. ഫുള്ളായിട്ട് മാറാൻ ചിലപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും ഫുള്ളായിട്ട് മാറിയിട്ടില്ല. പിന്നെ കുറച്ച് പ്രൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇത് തേക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ നോട്ട് ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഇനി കൂടുതൽ യൂസ് ചെയ്താലേ എനിക്കറിയുള്ളൂ. എനിവേ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് വാങ്ങി നോക്കോളൂ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഇത് കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. ഇത് ഷാംപൂ, ഇത് ഹെയർ മാസ്ക്, കണ്ടീഷണറല്ല ഹെയർ മാസ്ക്. ഓക്കെ, ഈ 2 പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഇത് പ്ലമിൻ്റെ റീസെൻറ്റ് ലോഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ്.
ഇത് പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാംപൂ. ഇത് 250 ml ആണ് പ്രോഡക്റ്റ് വരുന്നത്. 349 റുപ്പീസാണ് ഷാംപൂ വരുന്നത്. ഹെയർ മാസ്ക് പ്ലം കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഹെയർ മാസ്ക്. ഇതിൽ ഷിയ ബട്ടർ ആൻഡ് സ്ക്വാലിൻ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 550 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇത് കണ്ടീഷണർ കുറച്ച് ഹെയർ മാസ്ക് കുറച്ച് പ്രൈസിയാണ്, ബട്ട് ഈ ഒരു കോംബോ നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് അവരുടെ സെറം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് സെറം വാങ്ങാൻ പറ്റില്ല ഈ റേഞ്ചിലുള്ളത്. ഞാൻ വേറൊരു റേഞ്ചിലുള്ള ഹെയർ സെറമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഈ രണ്ട് പ്രൊഡക്റ്റ് അമേസിങ് പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൈസിന് നല്ലൊരു ഷാംപൂയും നമുക്ക് ഹെയർ ഡ്രൈ ഒന്നും ആക്കുന്നില്ല, നല്ലൊരു നറിഷ്മെൻറ്റ് തരുന്നുണ്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്. അതാണല്ലോ പെപ്റ്റൈഡിൻ്റെ ഗുണം, അതാണല്ലോ നല്ല നറിഷ്മെൻറ്റ് തരിക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും. അത് തന്നെ നടന്നിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് തീരാറായി. ഇത് ഒരു കംപ്ലയിൻസും ഇല്ലാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങി നോക്കാം. 2 മാസമായിട്ട് ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല. രമ്യ അപ്രൂവ്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്, ഈ 2 പ്രൊഡക്റ്റിലും. ഓക്കെ, ഹെയർ മാസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഷിയ ബട്ടറും സ്ക്വാലിനും ഉണ്ട്. രണ്ടും നമ്മുടെ ഹെയർ നറിഷ്മെൻറ്റിന് വളരെ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതാകെ 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഹെയർ സ്കാൽപ്പ് സെറം, ഡാൻഡ്രഫിൻ്റെ സ്കാൽപ്പ് സെറം, ഇത് യൂസ് ചെയ്തിട്ട് ഒരു 3 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയും. എന്നിട്ട് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും. ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ ബോഡി വാഷ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം തലയിൽ ഇരുന്നോളൂല്ലോ. അതുകൊണ്ട് കുളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വരുന്നതാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് ആണ് തരുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അല്ല, ഞാനിത് യൂസ് ചെയ്യാത്ത സമയത്തും പെട്ടെന്ന് എണ്ണയൊന്നും തേക്കാത്തപ്പോഴും വെറുതെ പോയി ഇത് വെച്ചിട്ട് ഞാൻ തല വാഷ് ചെയ്യാറുണ്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തത്, എനിക്ക് അതേ റേഞ്ചിലുള്ളൊരു സെറം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ സെറമാണ് വാങ്ങിയത്. ഇത് അവക്കാഡോ റേഞ്ചിൽ വരുന്ന ഒരു സെറമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവക്കാഡോ റേഞ്ച് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഹെയർ മാസ്ക്. പക്ഷെ അത് രണ്ടും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഈ ഒരു ഹെയർ സിറം നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് അവക്കാഡോ റേഞ്ചിൽ വരുന്ന പ്ലമ്മിൻ്റെ അവക്കാഡോ ഹെയർ ഫ്രിസ് കൺട്രോൾ ഹെയർ സിറമാണ്. ഇത് 100 ml ആണ് പ്രോഡക്റ്റ് വരുന്നത്. പ്രൈസ് കുറച്ച് പ്രൈസിയാണ്, 675 റുപ്പീസാണ്. പക്ഷേ ഇത് നല്ലൊരു ഹെയർ സിറമാണ്. നമുക്ക് ഫ്രിസ് എല്ലാം തടയാനും നല്ലൊരു ഹെൽത്തി ഗ്ലോ തരാനും ഒക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതും 2 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു 2 പമ്പ് മതി. ഇപ്പം ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്, ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിന് എൻ്റെ മുടിക്ക് 2 പമ്പ് മതി. നമുക്ക് ഹോൾ ഹെയർ കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെയർ സെറവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഈ ഒരു റേഞ്ച് ഞാൻ ഈ ഒരു റേഞ്ചിൽ, അവക്കാഡോ റേഞ്ചിൽ ഈ ഒരു സെറം മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഷാംപൂ ആൻഡ് കണ്ടീഷണർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതെനിക്ക് എൻ്റെ മുടിയും സ്കാൽപ്പും ഒക്കെ ഭയങ്കര ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമേ അല്ലായിരുന്നു അവരുടെ ആ ഒരു ഹെയർ മാസ്ക് ആൻഡ് ഷാംപൂ. പക്ഷേ പെപ്റ്റൈഡിൻ്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ, അല്ലെങ്കിൽ ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് സൂപ്പർവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഹെയർ കെയർ പ്രൊഡക്റ്റ് റേഞ്ച് ഞാൻ ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇന്നത്തെ വീഡിയോയിൽ തന്നെ 4 പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു. അതിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഇതാണ്. ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ആണ്. ഇതിനാണ് ഫസ്റ്റ് മാർക്ക് ഞാൻ കൊടുക്കുന്നത്. 10ൽ 10 കൊടുക്കുന്നത് ഇതാണ്. അതിനുശേഷം പിന്നെ ഒരു 8-9 കൊടുക്കുന്നത് ഈ ഒരു ഹെയർ സിറം. അതിനുശേഷമാണ് ഞാൻ അതിന് പോകുള്ളൂ, മറ്റേതിനെ മാർക്ക് ചെയ്യാൻ തന്നെ പോകുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.